Hi students, yesterday we discussed about Sankhya. So the topic Sankhya and Yoga is we discussed Sankhya. Sankhya ഫിലോസഫിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് യോഗയാണ്. യോഗ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് യോഗ. The word yoga comes from Sanskrit word yuj or to yoke or to attach yourself to the task at hand with great discipline. So the word yoga എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തത് സാൻസ്ക്രിറ്റിൽ നിന്നാണ്. സോ അറ്റാച്ച് യുവർ സെൽഫ് അല്ലേ, നമുക്ക് നമ്മളോട് തന്നെ അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടാവുന്നതാണ്. ഒരു ഗ്രേറ്റ് ഡിസിപ്ലിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നൊരർത്ഥമാണ് ഈ പറയുന്ന യോഗ എന്നുള്ള വേർഡിൽ നിന്ന് വരുന്നത്. യുണൈറ്റ് ദ മൈൻഡ് ആൻഡ് ബോഡി, ഇൻഡിവിജ്വൽ ആൻഡ് ഗോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. യുണൈറ്റ് ദി മൈൻഡ് ആൻഡ് ബോഡി, യുണൈറ്റ് ദി മൈൻഡ് ആൻഡ് ബോഡി, ഇൻഡിവിജ്വൽ ആൻഡ് ഗോഡ്. യുണൈറ്റ്, നമ്മൾ ഒന്നിക്കുക, മനസ്സും ശരീരവും ഒന്നാകുന്നു അല്ലേ. ദൈവവും വ്യക്തിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്നു എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദ സ്കൂൾ ഓഫ് യോഗ ലേസ് മോർ സ്ട്രെസ് ഓൺ സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഇവിടെ സ്പിരിച്വൽ ആത്മീയമായ അച്ചടക്കം, അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല, അതിൻ്റെ അപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു അച്ചടക്കം നമുക്ക് കൊണ്ടുവരികയാണ് യോഗയിലൂടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. We led astray by our senses. Yoga help us to attain control, calm and gain inner perception. സോ നമുക്ക് നമ്മുടെ 5 സെൻസുകളുണ്ട് അല്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ ചിലപ്പോൾ വഴിതെറ്റിക്കാം. യോഗ ഹെൽപ്പ് us to attain control. പക്ഷേ യോഗ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ തരുന്നുണ്ട്. കാം ആൻഡ് ഗെയിൻ ഇന്നർ പെർസെപ്ഷൻ, നമുക്കൊരു ആത്മധാര അല്ലെങ്കിൽ ഒരു ഇന്നറായിട്ടുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്നൊരു അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ പറയുന്ന യോഗയിലൂടെ നമ്മുടെ 5 സെൻസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു യോഗയിലൂടെ. The aim of yoga is to control the activities of the mind. നമ്മുടെ ലക്ഷ്യം, യോഗയുടെ ലക്ഷ്യം എന്താണ്? കൺട്രോൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ദ മൈൻഡ് ആണ്. മൈൻഡിൻ്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നതാണ് എന്ത്, യോഗയുടെ ലക്ഷ്യം. സിത്ത വൃത്തി നിരോധ, ഇതിലൊരു വേർഡ് കാണാം, സിത്ത വൃത്തി നിരോധ. ദ കൺട്രോൾ ഓഫ് ദ മൈൻഡ് ഫ്ലക്ച്വേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കൺട്രോൾ ഓഫ് ദി മൈൻഡ് ഫ്ലക്ച്വേഷൻ, മനസ്സിൻ്റെ ചാഞ്ചല്യം, ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ചാഞ്ചല്യം, അത് നിയന്ത്രിക്കുക, അതാണ് സിത്ത വൃത്തി നിരോധ. ദ ട്രെയിനിങ് ഓഫ് ദ യോഗി വാസ് ഡിവൈഡഡ് ഇൻ ടു 8 സ്റ്റേജസ് എന്ന് പറയുന്നുണ്ട്. ഒരു യോഗിക്ക് ലഭിക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് 8 ഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട്. രാജയോഗ, നമുക്ക് യോഗ തന്നെ പലതരത്തിൽ വരുന്നുണ്ട്. അതിൽ രാജയോഗയിൽ പറയുന്നത് 8 സ്റ്റേജുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? സെൽഫ് കൺട്രോൾ, നമുക്കൊരു ആത്മനിയന്ത്രണം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒബ്സർവൻസ് അല്ലേ, നമുക്ക് നിരീക്ഷണം, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പോസ്ചേഴ്സ്, നമുക്ക് വിവിധ പോസ്ചറുകളുണ്ട്, അതൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. പ്രാണായാമം ഉണ്ട്, അല്ലെങ്കിൽ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും യോഗയിലൂടെ. ദെൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ദ മൈൻഡ് ബൈ കോൺസെൻട്രേഷൻ ഓൺ എ സിംഗിൾ ഒബ്ജക്റ്റ്, നമുക്ക് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ മെഡിറ്റേഷനിലൂടെ നമുക്ക്, അതേപോലെ ഡീപ്പ് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ഈ പറയുന്ന യോഗയിലൂടെ നമുക്ക് സാധിക്കും. സോ യോഗയുടെ ലക്ഷ്യം മനസ്സിനെ കൺട്രോൾ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ട്രെയിനിങ്ങിന് 8 ഘട്ടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് യോഗയിൽ. അതേപോലെ നമുക്കിതിലൂടെ നമുക്ക് അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ആത്മനിയന്ത്രണം കിട്ടുന്നുണ്ട്, പലതരം പോസ്ചറുകൾ നമ്മൾ ചെയ്യും അല്ലേ, പ്രാണായാമം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു സിംഗിൾ ഒബ്ജക്റ്റിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഈ പറയുന്ന യോഗയിലൂടെ ഉള്ള ഗുണങ്ങളാണ്. അതേപോലെ യോഗ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ചെയ്യണം അല്ലേ, ഒരു ലൈഫ് ലോങ് ഡിസിപ്ലിനാണ് യോഗ എന്ന് പറയുന്നത്. നമ്മൾ ദിവസേന അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ലഭിക്കുക. സോ ലൈഫ് ലോങ് ഡിസിപ്ലിനാണ്. ആൻഡ് ദ ഏർലിയർ ദ ചൈൽഡ് ഈസ് ഇൻട്രൊഡ്യൂസ് ടു ഇറ്റ് ഓൾ ദ ബെറ്റർ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ യോഗ പഠിപ്പിച്ച് തുടങ്ങണം, അതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഒരുവിധം സ്കൂളുകളിലൊക്കെ മെഡിറ്റേഷൻ ഉണ്ട്, യോഗയുണ്ട്. സോ അതൊക്കെ വളരെ നല്ലതാണ്, കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനും അതേപോലെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനും നല്ലതാണ് യോഗ എന്ന് പറയുന്നത്.
യോഗ ഇൻക്രീസസ് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ, കോൺസെൻട്രേഷൻ, റെഡ്യൂസസ് സ്ട്രെസ്, എനേബിൾസ് വൺ ടു കൺട്രോൾ ഇമോഷൻസ്. അല്ലേ, യോഗയിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ആത്മനിയന്ത്രണം, അല്ലേ, അതേപോലെ തന്നെ ഒരു അച്ചടക്കം, ശ്രദ്ധ, നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാം, അതേപോലെ തന്നെ ഇമോഷൻസ്, നമ്മുടെ ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ യോഗ കൊണ്ടുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ യോഗ എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത് എത്രയോ വർഷം മുന്നേ അല്ലേ, പതഞ്ജലി മഹർഷിയാണ് യോഗയെ കുറിച്ചിട്ടൊരു ബുക്സൊക്കെ എഴുതിയിട്ടുള്ളത്. സോ യോഗ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കോൺസെപ്റ്റാണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന, ഫിസിക്കലായും മെൻ്റലായും അല്ലേ, നമുക്ക് ഒരുപാട് നോളജും ഒക്കെ ലഭിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് യോഗയിലൂടെ, അല്ലേ. സോ ദാറ്റ് ഈസ് യോഗ. നെക്സ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നത് മീമാംസ ആൻഡ് വേദാന്ത. ഓക്കെ, മീമാംസ ഈസ് ബൈ 8th century AD. ദാറ്റ് ഈസ് മീമാംസ സ്കൂൾ ഓഫ് എമേർജ്ഡ് വിത്ത് വേദാന്ത. അപ്പോൾ നമുക്ക് വേദാന്തം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ വേദാന്തം മീമാംസയും കൂടി ഏകദേശം മേർജാണ്, ഏകദേശം സെയിം ആയിട്ടുള്ള വരുന്നതാണ്. മീമാംസ ഫിലോസഫി ഓർ ദർശന, മീമാംസ എന്ന് പറയുന്ന ദർശന ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സ്കൂൾ ഫോർ ഇറ്റ് വാസ് എ സ്കൂൾ ഓഫ് എൻക്വയറി. സോ ഇതൊരു മീമാംസ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് എൻക്വയറി ആണ്, നോട്ട് എ സ്കൂൾ ഓഫ് സാൽവേഷൻ. അതായത് നമ്മൾ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അതിൻ്റെ മാർഗം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം അല്ലെങ്കിൽ എൻക്വയറി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഒറിജിനൽ പർപ്പസ് വാസ് ടു എക്സ്പ്ലെയിൻ ദി വേദാസ്. അതായത് വേദങ്ങളിലൂടെയാണ് നമ്മൾ എന്തിലേക്ക് എത്തുക, ഈ പറയുന്ന വേദങ്ങളിലെ. അപ്പോൾ വേദങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ വരുന്നത്, മാർഗത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ്. സോ വേദങ്ങളുടെ എക്സ്പ്ലനേഷനാണ് എന്ത്, മീമാംസ. വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് പറയുന്നതാണ് ഈ പറയുന്ന മീമാംസ. നെക്സ്റ്റ് വേദാന്താസ്. വേദാന്ത ഫോം ദ എൻഡ് ഓഫ് വേദ എന്ന് പറയും. വേദാന്തം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? എൻഡ് ഓഫ് വേദ, അല്ലേ, വേദങ്ങളുടെ അവസാനം എന്നാണ് നമ്മൾ എന്തിനെ അറിയപ്പെടുന്നത്? വേദാന്തത്തിനെ അറിയപ്പെടുന്നത്, വേദങ്ങളുടെ അവസാനം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ദർശനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന വേദാന്തം എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ്, മോഡേൺ ഹിന്ദുയിസം ആൻഡ് ഫിലോസഫിയിൽ ഒരുപാട് കാര്യങ്ങൾ ഏതിൽ വരുന്നുണ്ട്? വേദാന്തത്തിൽ എന്ന് പറയുന്നുണ്ട്. വേദാന്തത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ മോഡേൺ ഫിലോസഫിയൊക്കെ ഏതെന്നാണ് എടുത്തിട്ടുള്ളത്? വേദാന്തം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബ്രഹ്മസൂത്രമാണ് വേദാന്തത്തിൽ മെയിനായിട്ട് വരുന്നത്. ശങ്കരാചാര്യർ ഒപ്പീനിയൻ, ശങ്കരാചാര്യരുടെ ഒപ്പീനിയനാണ് ഈ ഭദ്രയാൻസിൻ്റെ ബ്രഹ്മസൂത്രത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് ഏതിലൂടെ വന്നിട്ടുള്ളത്? അദ്വൈത എന്ന കോൺസെപ്റ്റിലൂടെ വന്നത്. ദറ്റ് ഈസ് നോൺ ഡ്യുവാലിറ്റി ഓർ മോണിസം. മോണിസം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏകത്വം. മോണിസം എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നാണ് അർത്ഥം. നോൺ ഡ്യുവാലിറ്റി, അതായത് രണ്ടല്ല, ഡ്യുവാലിറ്റി ഇല്ല, രണ്ടില്ല, എല്ലാം ഒന്നാണ്. സോ അലവിങ് നോ സെക്കൻഡ്, അവിടെ രണ്ടാമതൊരു കാര്യമില്ല, എല്ലാം ഒന്ന് എന്നൊരർത്ഥമാണ്. ഏകത്വം എന്നൊരർത്ഥമാണ് അദ്വൈത. സോ ഈ പറയുന്ന ഫിലോസഫീനെ, അതായത് നമ്മുടെ ബ്രഹ്മസൂത്രത്തിനെ കുറിച്ച് നമ്മുടെ ശങ്കരാചാര്യർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ്, ബേസ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റാണ് അദ്വൈത എന്ന് പറയുന്നത്. സോ ദർ ഈസ് ഓൺലി വൺ ബീയിങ്. ഇവിടെ പറയുന്നത് എന്താണ്? ദർ ഈസ് ഓൺലി വൺ ബീയിങ് ആൻഡ് ദാറ്റ് ഈസ് ബ്രഹ്മൻ. ഇവിടെ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഒരാളേ ഉള്ളൂ. അതാരാണ്? ബ്രഹ്മൻ എന്ന് പറയും. സോ ബ്രഹ്മം എന്നാണ് അർത്ഥം. ഹു ഈസ് ദ എസൻസ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സ്, ഈ ലോകത്തിൻ്റെ, ഈ പ്രകൃതിയുടെ എല്ലാം എസൻസ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മമാണ്. എവറിത്തിങ് ഈസ് ബ്രഹ്മൻ ആൻഡ് ദെയർഫോർ വൺ സെൽഫ് ഓർ ആത്മൻ ഈസ് ആൾസോ ബ്രഹ്മൻ. ആത്മൻ ഈസ് ബ്രഹ്മം. ആത്മാവ് ബ്രഹ്മമാവുന്നു. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയും. സോ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്നാണ് ഇവിടെ അർത്ഥം. ആത്മൻ ഈസ് ബ്രഹ്മൻ. സോ എല്ലാം ബ്രഹ്മമാണ്. സോ ഒരാളുടെ ആത്മാവ് എന്ന് പറയുന്നതും എന്താണ്? ബ്രഹ്മമാണ്. സോ ആത്മം ഈസ് ബ്രഹ്മൻ എന്നാണ് ഇവിടെ കൺസെപ്റ്റ്. ദർ ആർ 2 kinds ഓഫ് ട്രൂത്ത്, കൺവെൻഷണൽ ആൻഡ് ഗ്രാജ്വലി ഇവോൾവ്. ഒരു നമ്മൾ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളൊരു ട്രൂത്ത് ഉണ്ട്,
നമ്മൾ ഗ്രാജ്വലി നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ളതുണ്ട്. സോ ദ ഹയസ്റ്റ് ലെവൽ ട്രൂത്ത് വാസ് ദാറ്റ് ദ വേൾഡ് ഇൻക്ലൂഡിങ് ദ ഗോഡ് വാസ് അൺറിയൽ ആൻഡ് ഇലൂഷൻ. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഈ ലോകം എന്ന് പറയുന്നത് നമുക്കൊരു ഇലൂഷനായിട്ട് കണക്കാക്കാം. അൺറിയൽ, റിയൽ അല്ല, ദൈവം എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഒരു ഇലൂഷനാണ്. ദ ഓൺലി റിയാലിറ്റി വാസ് ബ്രഹ്മൻ. അവിടെ ഒരൊറ്റ റിയാലിറ്റി ഉള്ളൂ, അതെന്താണ്, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി മാത്രമേ ഉള്ളൂ. അങ്കാര ഗിവ്സ് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ട്രാവലർ സോ എ കോയിൽഡ് റോപ്പ് ആൻഡ് തോട്ട് ഇറ്റ് വാസ് എ സ്നേക്ക്. ഒരു ട്രാവലർ ഒരു കയറ് കണ്ടപ്പോൾ അത് പാമ്പാണെന്ന് വിചാരിച്ച് അദ്ദേഹം പേടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് വിയർത്തു, അദ്ദേഹത്തിന് തൊണ്ട വരണ്ടു. ആൻഡ് ഹിസ് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടി. ഹി വാസ് ഫ്രൈറ്റഡ് ആൻഡ് ഓൺലി ദെൻ വെൻ ഹി ആക്ച്വലി ടെസ്റ്റ് ദ റോപ്പ് ഹിസ് ഫാൾസ് ഐഡിയ വാസ് റിമൂവ്. അപ്പോൾ അയാൾ പെട്ടെന്ന് എന്ത് ചെയ്തു, അറിയാതെ തൊട്ടപ്പോഴാണ് എന്ത് സംഭവിച്ചത്, അയാൾക്ക് മനസ്സിലായി അതെന്താണ്, കയറാണ്, പാമ്പല്ല എന്ന്. സോ അപ്പോൾ അയാൾ പേടി പോയി. സോ ദെർഫോർ അവർ ഇഗ്നോറൻസ് കോസസ് ദ ഫാൾസ് ഐഡിയ. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്, ഒരു പാമ്പിനെ കണ്ട് മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, നമ്മൾ പേടിച്ചത്. അതാണ് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. സോ നമ്മുടെ ഇഗ്നോറൻസ് നമ്മൾ എപ്പോഴും റിമൂവ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വി റിയലൈസ് ദ അപ്പോഴേ പരമമായ സത്യം, ആബ്സല്യൂട്ട് ട്രൂത്ത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഇഗ്നോറൻസ് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ, കൃത്യമായിട്ടുള്ള സത്യം നമുക്കറിയാൻ പറ്റും. ദ ഡിസയർ ഫോർ നോളേജ്, ദ നീഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, സീക്ക് ആൻസേഴ്സ് ടു ദ ഇൻഡിവിജ്വൽ. അതായത് നമ്മളൊരു സ്റ്റുഡൻസിന്, ഇതിപ്പോൾ നമ്മൾ വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതൊന്ന് നമുക്ക് എന്ത് വാല്യൂ ആണ് മനസ്സിലാക്കേണ്ടത്, കുട്ടികളിൽ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമുക്കൊരു പെഡഗോളജി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൽ അങ്ങനെ കൊണ്ടുവരണം, ചോദ്യം ചോദിക്കുന്ന കുട്ടികളായിട്ട് മാറണം. അതാണ് പറയുന്നത്. അതേപോലെ റിസർച്ച് നടത്തുക, ലെസൺ പ്ലാനിങ്, ടീച്ചേഴ്സ് ആർ ടു ഷെഡ്യൂൾ ഡിബേറ്റ് നടത്തുക, ഡിസ്കഷൻ നടത്തുക, ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ, ഇൻ്ററാക്റ്റീവ് സെഷൻസ്, അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് കുട്ടികളിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രിജുഡീസസ് ഒക്കെ ഒഴിവാക്കുക, സംശയങ്ങളും നമ്മളുടെ അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. കുട്ടികളും എന്ത് ചെയ്യണം, അവരുടെ അറിവില്ലായ്മകളിൽ നിന്ന് അവർ മോചനം ലഭിച്ചാൽ മാത്രമേ അവർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരും എങ്ങനെ ചെയ്യണം, ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ക്രിട്ടിക്കൽ ലേണിംഗ് എന്ന് പറയും. അപ്പോൾ പറയുന്നത് നമ്മൾ ശരിയാണോ തെറ്റാണോ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. സോ അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തിൽ പറഞ്ഞിട്ടുള്ളത്, അദ്വൈത എന്ന് പറയുന്ന വേദാന്തം, വേദങ്ങളുടെ അവസാനം എന്നാണ് വേദാന്തത്തിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ. വേദങ്ങളുടെ അവസാനമാണ്. അദ്വൈത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ്, അവിടെ എന്തില്ല, രണ്ടെന്നില്ല. അപ്പം ദൈവം എല്ലായിടത്തും ഉണ്ട്, എല്ലാം ദൈവമാണ്. ആത്മാവെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ദൈവമാണ് എന്നാണ് ഏതിൽ വരുന്നത്, അദ്വൈത സിദ്ധാന്തത്തിൽ വരുന്നത്. ഈ അദ്വൈത സിദ്ധാന്തമായിട്ടൊരു കണക്റ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്, അതായത് വിശിഷ്ടദ്വൈത അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത്. സോ വിശിഷ്ടദ്വൈത എന്ന് പറഞ്ഞാൽ അദ്വൈതം തന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടി പരിപൂർണമായ രീതിയിൽ വരുന്ന, അതിൻ്റെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതാണ് എന്ത്, വിശിഷ്ടദ്വൈത എന്ന് പറയുന്നത്. ഇൻ പങ്കാരത്രാസ് സിസ്റ്റം ദ സോൾ ഈസ് വൺ വിത്ത് ഗോഡ്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുത്താണ് എന്നാണ് ഏതിൽ പറയുന്നത്, വിശിഷ്ടദ്വൈതയിൽ പറയുന്നത്.